14 രാവിലെ ബാലതാരമായി അഭിനയിച്ച ഫജർ, അന്ന് മാസ്റ്റർ ഫജർ, ഇന്ന് ഫജറിനെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ അതില് 14 രാവിലെ നമ്മളെ മനസ്സിലൊന്നും ജീവിപ്പിക്കുന്നു. അഭിനയിച്ചിട്ടുള്ള ഫജറാണ്. 2 വാക്ക് എന്തെങ്കിലും ഒന്ന് സംസാരിക്കണം. എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഈ സിനിമയിൽ അഭിനയിക്കാനിടയായത്. എൻ്റെ ഒരു 9-10 വയസ്സായിരിക്കും എന്ന് ഞാൻ അനുമാനിക്കുന്നു. അന്ന് എനിക്ക് ഇതിന് പ്രതിഫലമായിട്ടൊരു സൈക്കിൾ മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഈ സിനിമയിലേക്ക് അഭിനയിക്കാൻ എന്നെ ക്ഷണിച്ചത്. എനിക്ക് ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്നുള്ള പല സ്ഥലങ്ങളിൽ ഇപ്പോഴും ഓർമ്മയിലുണ്ട്. ഏതായാലും ഈ പരിപാടി നടത്തുന്നതിന് എല്ലാ ആശംസകളും വരും വർഷങ്ങളിലും ഇത് നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിളിച്ച് എന്നെ ക്ഷണിച്ചതിന് പ്രത്യേക നന്ദിയും പറയുന്നു. ഫജർ അവർക്ക് തുടർന്നും സിനിമയിൽ അഭിനയിക്കാൻ സാധ്യതകൾ വന്നതാണ്. പക്ഷേ അത് ഒരു നിയോഗം ഉണ്ടായില്ല. ശാലിനി എൻ്റെ കൂട്ടുകാരി, ഓക്കെ ആ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയിത്രേ. സിനിമ ഒക്കെ റെഡിയാക്കി. എന്നിട്ട് ഈ എന്താ പറയുക, ലാൻഡ് ഫോണിൻ്റെ കാലമാണ്. അപ്പോൾ സിനിമയിലൊക്കെ അഭിനയിക്കാൻ മുമ്പ് റെഡിയായി. ഇങ്ങനെ പോകാൻ നേരത്ത് ആ സിനിമാ കമ്പനിക്കാരെ വിളിച്ചു. അപ്പോൾ വല്യാപ്പയെ ഫോൺ എടുത്തത്. ഇവരിറങ്ങിയില്ലേ സിനിമക്ക് റെഡിയായി. ഒരു വാപ്പ ചൂടായി. സിനിമയ്ക്കൊന്നും വരുന്നില്ല, അറിഞ്ഞ് അവസാനിപ്പിച്ച് അവിടെ കൂടി ഒരു കലാകാരൻ്റെ പോകുമ്പോൾ അവിടെ നിന്നുള്ളി. അങ്ങനെ ഒരു അലവാക്യനാണ്. അതുകൊണ്ട് സാരല്ല, നമുക്ക് ഇനി നോക്കാമല്ലോ. ഒരു ബാല്യം ഇനിയുണ്ട്. ഇത് നല്ല അല്ലേ, ഈ സിനിമയിൽ അഭിനയിക്കാനൊക്കെ പറ്റിയ ഫിഗർ ഇപ്പോഴും കയ്യിൽ ബാക്കിയുണ്ട്. ഏതായാലും നോക്കാം. നമുക്ക് ഇനി ഒരു ഉപഹാര സമർപ്പണമാണ് നമ്മുടെ ക്ഷമിക്കുകയും ചെയ്യുന്ന മലിക്, ഈ ഫജർ എന്ന വളരെ കാലത്തിന് ശേഷം കാണുന്ന സുഹൃത്ത്, എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്നോട് സ്നേഹം തോന്നുവാൻ ഏറ്റവും വലിയ മാർഗം ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും ചെറിയ പ്രസംഗം കളിച്ചിരി പറയാൻ ചങ്ങാതിമാർന്നോരുണ്ടാർന്നേ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദിയുണ്ട്. നമ്മളിനി സിനിമയിലേക്ക് പ്രവേശിക്കാം. ഇപ്പം പാടിക്കൂടെ? പനിനീർ പെയ്യുന്നു 14ാം രാവിൽ പനിമതി അരീക്കോടിന്റെ മണ്ണിൽ ആദ്യമായി ചിത്രീകരിച്ചിട്ടുള്ള പ്രശസ്ത സിനിമാക്കാരൻ സലാം കാരശ്ശേരിയുടെ